ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ കൊണ്ടോട്ടിയിലോട്ടാണ്. കൊണ്ടോട്ടി തുറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ MS ഹെയർ ഓയിലിൻ്റെ അവരുടെ വീട്ടിലെ കല്യാണവും ഒപ്പം കൂടിയിരിക്കലും കൂടിയാണ്. അപ്പോൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും പോകുന്നുണ്ട്. ഈവനിങ്ങിലാണ്, റിസപ്ഷൻ പോലത്തെ പരിപാടിയാണ്. നമുക്ക് അത്യാവശ്യം ഓടാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി കുറച്ചേ ഉള്ളൂ, ഒരു അരമണിക്കൂറും കൂടി ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും കൊയിലാണ്ടി അല്ല, കൊണ്ടോട്ടി. കൊറേ നേരമായി ബോർഡ് നോക്കൽ തുടങ്ങിയിട്ട് കൊണ്ടോട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ പോലെ എല്ലാവരും പങ്കെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ഷണിച്ചായിരുന്നു. അപ്പോൾ വലിയ വീടൊക്കെയാണ്. എന്തായാലും വീടൊക്കെ പോയി കാണാം അല്ലേ. പോവല്ലേ, മക്കളൊക്കെ ഉറങ്ങി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ മിനി ഊട്ടിയൊക്കെ വരുന്നത് കേട്ടോ. നിങ്ങൾ മിനി ഊട്ടിക്ക് വന്നിട്ടില്ലേ? അവിടെ എത്താനായിട്ടുള്ളൂ. അവിടെ തന്നെ അല്ലേ? അത് കഴിഞ്ഞോ? എന്തായാലും മലപ്പുറം കഴിഞ്ഞു. പിന്നെ ഗായ്സ്, നമ്മൾ എവിടെ എത്തി? കരിപ്പൂര് വിമാനത്താവളത്തിൻ്റെ അവിടെ എത്തി. കൊണ്ടോട്ടി തുറക്കൽ അല്ലേ. അവിടെ എത്തുമ്പോൾ അടക്കലാവും തോന്നുന്നത്. വണ്ടിയിൽ ഇരുന്ന് കണ്ടേ കണ്ടോ, ഒരു കുന്നിൻ്റെ മുകളിലാണ്. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി MS വില്ലയിൽ എത്തിയിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെ പേര് തന്നെയാണ് കേട്ടോ വീടിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെ കാണി ഒരു റിസോർട്ടിൻ്റെ ഒരു ഫീൽഡിലൊക്കെയാണ് ഈ ഒരു വീട് അവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിൽക്കുകയാണ് ഉമ്മയും സിനും ഒക്കെ കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് തന്നെ നല്ല വ്യൂ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ഹൗസ് വാമിങ് മാത്രമല്ല, ഇവരൊരു കല്യാണ ഫംഗ്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മകളുടെ തന്നെയാണ് കല്യാണം വരുന്നത്. അപ്പോൾ കല്യാണവും അതുപോലെ ഹൗസ് വാമിങ് ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ. എന്തായാലും നമുക്കിനി വീടിൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ ആദ്യം ഡയറക്റ്റ് പോയത് കിച്ചണിലോട്ടാണ്. ഒരു ഒലീവ് ഗ്രീനിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്, നല്ല പ്രീമിയം സെറ്റപ്പിൽ തന്നെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ആണ്, കിച്ചണിൽ വരെ AC ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു ഹോം ടൂറിനൊക്കെ ഉള്ളൊരു വകുപ്പുള്ള വീഡിയോ ആണ്. കാരണം നമുക്കിപ്പോൾ ഹോം ടൂർ എടുക്കാൻ കഴിയില്ല. പോരാത്തതിന് എല്ലാ റൂമിലും ഹൗസ് വാമിംഗ് അല്ലേ, എല്ലാ റൂമിലും ആളുകളാണ്. പുറത്തുനിന്നൊക്കെ നിന്ന് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് പുറത്തേക്ക് പോയാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലും ഒരു ലോകം കാണാം. അത്രയും സെറ്റപ്പിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഡൈനിങ് ഹാളായാലും ഡൈനിങ് ടേബിളായാലും അതേപോലെ അവിടെ സെറ്റ് ചെയ്ത ഓരോ സാധനങ്ങളാണെങ്കിലും ഒരു പക്കാ പ്രീമിയം സെറ്റപ്പിൽ തന്നെ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ആർഭാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആർഭാടല്ല. ഒരു സത്യം പറഞ്ഞ ഒരു പ്രീമിയം സെറ്റപ്പിൽ ഇന്ന് ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ഓരോ സ്റ്റാഫിന് പോലെ ഇന്ന് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ഹൗസ് വാമിങ്ങിന് എല്ലാവരും ചെരുപ്പ്, നമ്മൾ പെരയിലുള്ള ആൾക്കാർ ചെരുപ്പ് പുറത്തിടാൻ വരുമ്പോൾ ആൾക്കാർക്കൊക്കെ അവൻ്റെ ഒരു വീട് അങ്ങനെ ഒരു ചിന്ത വരില്ലേ. ഇത് നമ്മൾ പണിക്കാരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട് ചവിട്ടി നാശാക്കുമ്പോഴും തൊടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ പ്രശ്നം തന്നെയല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊടുക്കുന്ന വാഷ് ബേസിൻ്റെ ഏരിയയാണ്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലൊക്കെ ഒരു 10-20 ആൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ റൂംസൊക്കെ ഒരുപാട് റൂംസ് ഉണ്ട്. എല്ലാ റൂംസിലും ആളുള്ളതുകൊണ്ട് എനിക്കതൊന്നും വല്ലാതെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു ഹോം ടൂർ എടുക്കണം എന്നൊരു ഉദ്ദേശത്തിൽ വന്നതല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്കും പാടെ ഒന്ന് കാണിച്ചു തരാം. കാരണം എല്ലാവർക്കും ഒന്നും ക്ഷണം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വീഡിയോയിൽ കൂടെ കുറച്ച് നേരം അവരും ഇടും, എന്നാൽ നമ്മുടെ ചാനലിലും കാണാത്തവരൊക്കെ കാണാം എന്നുള്ള ഒരു ഇതുകൊണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റെപ്പും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം നല്ല വൃത്തിക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പോരാത്തതിന് ഈ പെരയിൽ ലിഫ്റ്റും പാടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരുപാട് നടക്കാനുള്ള ഏരിയകൾ ഇതിലുണ്ട്, ഈ ഒരു പെരയിലുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. എന്തായാലും ഫുഡും ഒരു രക്ഷയുണ്ടാകുന്നില്ല. നമ്മൾ മാത്രമല്ല, അൻഷിഫും കുഞ്ഞാനും കുഞ്ഞോളൊക്കെ ആയിട്ട് അവരൊരു ഫാമിലി ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതാണ്, പുതിയവണ്ണും പുതിയാപ്പിളൊക്കെ. എന്തായാലും നമ്മൾ അവരിപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരിന്ന് വീണ്ടും വീട് കാണാൻ വേണ്ടി പോകണം. നമ്മൾ കയറുന്നില്ല, കാരണം നമ്മൾ ഒരു വട്ടം വീട് കണ്ടിറങ്ങിയിട്ട്. കാരണം ഒന്ന് കണ്ടിറങ്ങിയപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു, അത്ര ഏരിയ നടക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്തായാലും ഇവിടുന്ന് പോരുകയാണ്. പിന്നെ കൂടുതൽ ഹോം ടൂർ വന്നിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ചാനലിൽ അവരെന്തായാലും ഇടുന്നതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കിനി നേരെ പെരയെ പോവാം ഗൈസ്. നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു പെര?
അടിപൊളിയാണ്. എന്താ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം എന്താ? നടക്കാൻ ഒരുപാടുണ്ട് അല്ലേ? ചോറുണ്ട് കഴിയാ കാട്ടുകല്ല കയറ്റം കഴിയും പോലെ. അത് അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് അവർ പെര വെച്ചിട്ടുള്ളത് ഗൈസ്. അപ്പം എന്തായാലും പെരാന്ന് പറഞ്ഞാൽ അത് പെരാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. കൊട്ടാരല്ല, വയനാട്ടുകാരൊക്കെ റിസോർട്ടിന്റെ മാതിരി. റിസോർട്ടിന്റെ മാതിരി. അവിടെ ഒരു പേര, ഇവിടെ ഒരു പേര, മറ്റോടത്തൊരു പേര. കുറേ നടക്കാണ്ട് ഇവർക്ക്. ഈ വഴി റൂമൊക്കെ എവിടെയെന്ന് അവർക്ക് തിരിച്ചിട്ടാവുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, ഉഷാറായിക്കണേ. അപ്പോൾ ഇനി നമ്മൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്നൊരു കല്യാണം ഉണ്ട്. സിനുവിന് വീടിൻ്റെ ഫുള്ള് 3 തുണികളൊക്കെ അടുക്കി വെക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അലേനായിട്ട് ഉമ്മ എവിടേക്ക് പോവാണ്? തറവാട്ടിലോട്ട് പോകണം. പിന്നെ നാളെ ചോറ് കിട്ടാനുള്ള എഴുതിക്കാളെ. എത്ര എഴുതാ? ഇഷ്ടമുള്ളത് എഴുതാ വേണ്ട? 500 കുറഞ്ഞ എഴുതൂല എന്നാണ്. അങ്ങനെ വൃത്തിയാക്കി എന്ന് പറയാ. ഞാൻ അടിച്ച് തുടച്ച് ഈ റോട്ടിൽ ഈ പുല്ലും കൂടി ഒന്ന് വൃത്തിയാക്കി. എന്തായാലും ഗായ്സ് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. മഴക്കാലം അങ്ങോട്ട് പോണം. തിന്നും ഞാൻ തിന്നും ചെരുപ്പുമ്പോ ചളിയാണ്. ചവിട്ടി ചളിയൊക്കെ അല്ല. അപ്പൊ ഒരു കല്യാണത്തിന് പോകുന്ന വെള്ള പാന്റാണ്, പണി പാടും. അങ്ങോട്ട് കാണാൻ നോക്ക്. ഈ എവിടുക്ക പോണേ? ഈ എവിടുക്ക പോണേ? നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ. നിമ്മഞ്ഞ തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരിക. എവിടെ പൈസ ഇരിക്കുന്ന? മദ്രസയിലോ? അവിടെ നാളെ നല്ല ഇറച്ചി ചോറും കിട്ടും. അങ്ങനാവുമ്പോ അരിക്കണ്ടി വരും. പള്ളിക്കലല്ലോ, മദർസിലല്ലേ? ആണ് മദർസിലാണേ. ചോറിന്റെ കാര്യമാണ്. ചോറ് ഞാൻ നാളെ അങ്ങനെ നമ്മളത് വാങ്ങാൻ വേണ്ടിട്ട് നാളെ റാലിയുടെ അല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ റാലിയൊക്കെ കൊളാവും അല്ലേ? മഴ പെയ്താ കൊള്ളാവും. പ്രജിത്ത് പോണൊക്കെ ഉമ്മ ഒരു കാലത്ത് പണിയെടുത്ത വീടുകളാണ് ഇതൊക്കെ. ഈ വീട് ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നിട്ടുണ്ടോ? ഇതില് ഏതില്? ഇതില് അപ്പുറത്ത് 9 പെരയിലാണ് പണിയെടുത്തത്. അതായത് അങ്ങനത്തെ ആളാണോ 4 പുല്ല് പറിച്ചു തരുമ്പോ പറയണേ? പുല്ല് പറിച്ചതല്ല, അവിടുന്ന് പൈസ കിട്ടും. അത് കൂലി കിട്ടും. നമുക്ക് പണിയെടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോ ഒരു 10 നമ്മളെ കൈ കിട്ടാൻ സന്തോഷാണ്. നിങ്ങൾക്ക് ഇപ്പൊ പെൻഷൻ വരെ കിട്ടലോ? പെൻഷൻ ഇന്റെ കാര്യത്തിനാണ്. ഇതിലുണ്ടോ? ഇതില് ഇനിയോടെ. അപ്പൊ ഈ ആറ്റാശീരില് പെണ്ണുങ്ങളൊന്നും ജോലി എടുത്തിരുന്നില്ല, ഒക്കെ നിങ്ങളെ വീട്ടിലിരുന്ന്. ആ വീട്ടില് തിരും. എത്ര കിട്ടിയായിരുന്നു? 30 കിട്ടും, 50 കിട്ടും, 150 കിട്ടും. ഇപ്പൊ 30-നും 50-നൊക്കെ നമ്മള് വരുമ്പോ 500 ആണല്ലോ കൊടുക്കണേ. അതെന്തേ? ഞാൻ കിട്ടിയത് വാങ്ങിപ്പോയി. നിങ്ങളുള്ള കാലത്ത് പെര വെച്ചാ മതിയായിരുന്നു. നിങ്ങൾക്ക് 30 തന്നാ മതിയായിരുന്നു. നമ്മള് മക്കളെ നോക്കാൻ കൊറേ അഞ്ഞര പാത്രം മോറിയിട്ടുണ്ട്. ഇപ്പൊ അവരാരെ പാത്രം മോറി 10 ഉറുപ്പിക കിട്ടൂല. എന്ത് മുന്നേ സീറ്റിലിരുന്ന് ഇങ്ങനെ പോവാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പണിയെടുത്ത പരകളാണെന്ന് പറയാൻ പറ്റിയില്ലേ? പിന്നെ എന്താ അതില് മീത വേണ്ടി? ഇത് പോയിക്കോ. വേണ്ടേ? അതിന്റെ ചെറിയൊക്കെ ഒന്ന് തുടച്ചെടുത്ത അതിലെടുക്ക്. അതിപ്പോ കൈ കൊടുക്കുന്നില്ലെങ്കിൽ. അങ്ങനെ ഗൈസ് ഉമ്മ പൈസ അയക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനെന്താ പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടു റോട്ടിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. കണ്ടോ, ബാക്കിൽ നോക്കി കാണാൻ പറ്റും വണ്ടി. വേറൊരു വലിയ ബസ് വന്ന് ഈ നേരത്ത് ബസ് വരാണ്ട്. ബസ് വന്നു കഴിഞ്ഞാൽ ബസ്സിന് പോകാൻ സ്ഥലമില്ല. അപ്പോൾ എന്താക്കുക, ഉമ്മ അവിടെ ആരുമില്ല, പെട്ടെന്ന് ചെയ്താൽ പോരുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നാട്ടിൽ ഇതുപോലെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നബിദിനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആർഭാട പരിപാടികളും കാണാനുണ്ട്. നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാവരുത്. ഇതിപ്പോൾ എന്തൊക്കെയോ ഇവിടെ ബോക്സായിട്ടും പാട്ടായിട്ടും ഇപ്പോൾ കാളയാവിലൊക്കെ പൂരം കൊണ്ടുപോകണ മാതിരിയാണ് ഇപ്പോൾ ഇവിടെ നബിദിന പരിപാടികളൊക്കെ നടക്കുന്നത്. ഓരോ സ്ഥലത്ത്, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, ഓരോ സ്ഥലത്തെ കാര്യമായിട്ട് പറയുന്നത്. അല്ലേഹ, എന്താണിത്? ഇതിൽ എത്ര ഉറുപ്പ്യ ഉണ്ട്? 10 ഉറുപ്പ്യ. 10 ഉറുപ്പ്യ വരെ, 10 ഉറുപ്പ്യ വരെ. അങ്ങനെ മഴ, നല്ല മഴ. നിങ്ങൾ രണ്ടാളും റോട്ടിൽ കൂടെ നിങ്ങൾ പള്ളിയിലവിടെ ഇറക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാണ് അല്ലേ? പള്ളിയിലവിടെ അല്ല. നിങ്ങൾക്ക് ചോറ് വേണോ ബിരിയാണി വേണോ? ബിരിയാണി വേണ്ട, ചോറ് വേണ്ട. ഇഡ്ഡലി ഉണ്ടോ?
ഏത് വരമ്പത്ത് കൂടെ പോലെ അമ്മാരെ തറവാട് കാണുന്നത്. തറവാട് ആരും ഇല്ലേ? പണിക്കാരുണ്ട് അവിടെ? പണിക്കാരൊക്കെ പകുതി പണിയിട്ട് പോയി. ഇനി ഓണം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇത്ര ഓണം കഴിഞ്ഞേ വരുള്ളൂ. പടവേരുണ്ട്. ഇത്ര ഇവിടെ കൊടുക്കാണ്ട് എന്തായാലും 20 ഉറുപ്പ്യോളം കയ്യിലുണ്ടാകുന്നില്ലേ? ഏതാ തിരിച്ചു വരികയല്ലേ ഞങ്ങളവിടെ ഇറങ്ങാം. ഉമ്മാന്റെ തുണക്കാരി. ഓക്കെ, അപ്പോൾ അതാ കാണുന്ന തറവാട്. മഴ പോയിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.